ഇങ്ങനെ ഇനി ചെയ്യരുത്, നിങ്ങൾ പഴയ രീതിക്ക് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ ഒരു റെസിപ്പി ഉണ്ടായിരുന്നു. നമ്മളെ വ്യൂവേഴ്സിൽ ഒരു 100-ൽ 80% ആൾക്കാർ, 85-90% ആൾക്കാരും പറഞ്ഞതായിരുന്നു ഇങ്ങനെ ഇനി ചെയ്യണ്ട, പഴയ രീതിക്ക് തന്നെ ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ആ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ഏതാണെന്നുള്ളത് നമുക്ക് വേഗം നോക്കിയാലോ. അപ്പോൾ നമ്മളെ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ റെസിപ്പി ആയിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ. കുക്കറിൽ നല്ലോണം വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ട് നമുക്ക്, അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞതാ ആ മഞ്ഞ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞേനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മഞ്ഞക്കരുവിനൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഉടഞ്ഞ് നിൽക്കണ മഞ്ഞക്കരുവിലേക്ക് ഇതാ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള വല്യുള്ളി ചേർക്കണേ. 2 വല്യുള്ളി ആട്ടോ ഞാൻ എടുത്തത്. അതിലേക്ക് ഇതാ കുനുകുനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകും എല്ലാം കൂടി അങ്ങോട്ട് ചേർത്തെടുക്കാം. ഇനിയിപ്പോൾ ഗരം മസാലയാണ് ഒരു 1/4 സ്പൂണ്. പാകത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി മറിക്കാം. 8 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പുഴുങ്ങി സെറ്റായിട്ടുള്ള 8 മുട്ടകൾ. ആ ഒരു മുട്ടേൻ്റെ മഞ്ഞക്കരും ഉള്ളി എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെന്താ ചെയ്യാറിയോ, ഈ മുട്ടേൻ്റെ ആ ഒരു ബാക്കി കഷ്ണം ഉണ്ടായിരുന്നില്ലേ, ആ വെള്ളക്കരുക്കെ ഉള്ള അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് തേച്ച് കൊടുക്കുക. കണ്ടോ? അങ്ങനെ തേച്ചതിന് ശേഷം വേറൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കുക. വീണ്ടും ഈ ഒരു മുട്ടേൻ്റെ വെള്ളം എടുക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് നിറച്ചെടുക്കുക, മാറ്റി വയ്ക്കുക. ഇങ്ങനെ ചെയ്യട്ടോ. ഇങ്ങനെ കൈയിൻ്റെ സഹായം വേണമെങ്കിൽ എടുക്കട്ടോ. നമുക്കൊന്നും കൂടി ഒന്നിങ്ങനെ ടൈറ്റ് ആക്കാൻ നല്ലതാ. കൈ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു പവർ ഉണ്ടല്ലോ, അതും ഇങ്ങോട്ട് കിട്ടും. അപ്പോഴേ ഈ ഒരു റെസിപ്പിയൊന്നും ഞാൻ അന്ന് കുറേ മുന്നേ ഒന്നും മിണ്ടാതെ സംസാരിക്കാതെ ഉരിയാടാതെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ മനസ്സിലായി ഉണ്ടാവുമല്ലോ അല്ലേ. ഇനി മനസ്സിലാവാത്തവർ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പോയി കണ്ടോണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് ആൾ കമൻറ്റ് ചെയ്തേന്നു, ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ, സംസാരിച്ചിട്ട് മാത്രം വീഡിയോ ചെയ്താൽ മതി, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ വേറെയും കുറേ കമൻറ്റ് ചെയ്തേന്നു ഈ വീഡിയോ തന്നെ സംസാരിച്ചും കൊണ്ട് ഒന്നും കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഒന്നും കൂടി നമ്മൾ സംസാരിച്ചുകൊണ്ട് ചെയ്യണത്. അപ്പോൾ ആ ഒരു മുട്ട ബജിക്കുള്ള മുട്ടകളൊക്കെ അതാ നന്നായിട്ട് നമ്മൾ ഫില്ലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഉരുട്ടിയും വെച്ചിട്ടുണ്ട്. മുട്ട ഇവിടെ ബാക്കി ഉണ്ടായിരുന്നില്ല. മുട്ട ബജിക്ക് ആവശ്യത്തിനുള്ള മാവ് തയ്യാറാക്കാൻ പോവാൻ കേട്ടോ. അപ്പോൾ അതാ കടലമാവ് ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് കൂടിയാണ്, നല്ല കളർ ഉണ്ടാവണം നമ്മളെ മുട്ട ബജി. 1 സ്പൂൺ ചേർത്തു. നല്ലൊരു പ്രത്യേക ഫ്ലേവറിന് രുചിക്കും വേണ്ടിയിട്ട് 1 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർക്കാം. ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. മാവിലേക്ക് ആവശ്യത്തിനുള്ള മാത്രം ഉപ്പിട്ടാൽ മതിയേ. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ, കട്ടകളൊന്നും ഇല്ലാതെ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ, വെള്ളം കൂടാതെ. അങ്ങനെ നമ്മളെ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്. സെറ്റാക്കി വെച്ചിട്ടുള്ള മുട്ട എടുക്കുക, മാവിലേക്ക് അങ്ങോട്ട് മുക്കി കൊടുക്കുക. വെളിച്ചെണ്ണ അടുപ്പത്ത് നന്നായിട്ട് ചൂടായി നിൽക്കുന്നുണ്ട് കേട്ടോ. നേരെ വെളിച്ചെണ്ണയ്ക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം. ഈ പാനിൽ കഴിയണ അത്രയ്ക്ക് നമ്മൾക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ. ഇനി ആദ്യം ഇട്ടതൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടെടുക്കണ്ടേ. ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പ് മുട്ട ബജി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കോരി എടുക്കുകയാണേ. ചൂടോട് കൂടി പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്താൽ സുന്ദര കുട്ടപ്പനായിട്ടോ കിട്ടിയത്. പക്ഷേ ഇത് നല്ല ചൂടായതുകൊണ്ട് ആളിപ്പോൾ ടേസ്റ്റ് ചെയ്യൂല. വീട്ടിൽ പോയിട്ട് ടേസ്റ്റ് ചെയ്തോളിട്ടോ. പിടിച്ചോളിട്ടോ. അമ്മീ ചൂടുണ്ടോ? കുറച്ച് ഇങ്ങനെ പിടിച്ചോളിട്ടോ. നമ്മളെ മോനൂസ് ആ മുട്ട ബജിയും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് ഉണ്ടാക്കാം. നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ച് പൊരിച്ചിങ്ങോട്ട് എടുക്കാം. നമുക്ക് നേരെ ആദ്യം പൊരിച്ച് വെച്ചതിൻ്റെ ആ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ടെടുക്കാം. നമുക്ക് കട്ടൻ ചായ അല്ല കേട്ടോ, നമുക്ക് ഹോർലിക്സ് ആണ്. ഹോർലിക്സ് എന്നും കട്ടൻ ചായ അല്ലേ? അതെ, എന്നും കട്ടൻ ചായ മാത്രം കുടിച്ചെന്ന് ഹോർലിക്സ് ഇന്നെന്തോ പണി തരാണ്ട്. അതാണ് ഇവിടെ വല്ല കല്ലെടുത്ത് വെച്ച് കൊടുക്കാണ്ടോ, അതിനാണ് ഹോർലിക്സ് ഒക്കെ തന്നാണ് മയക്കില്ല. കല്ലെടുത്ത് വെക്കാനുള്ള പണികളൊക്കെ വരുന്നുണ്ട്. നമുക്ക് നമ്മളെ വ്യൂവേഴ്സിനോട് ഞാൻ പറയാതിരിക്കുന്നത് ഏതായാലും ഈ പറഞ്ഞ സ്ഥിതി പറയാം. നമുക്ക് പുതിയൊരു അടുപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ വീഡിയോ ചെറിയ രീതിയിലൊക്കെ ഒരു മാറ്റം വരുത്താനൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓരോ പണികളിലാണ്. അതിന്റെ ഇടയിൽ നടക്കും, അത് കാണിച്ചു തരും. അതെ ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കാണിച്ചു തരാം. അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും സൗകര്യം പോലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ, കാണിച്ചെടുക്കൊക്കെ ചെയ്യാം. ഇപ്പൊ ഏതായാലും നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ. ഇത് സംഗതി ഉണ്ടല്ലോ, ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അന്ന് തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞതാണ്. അന്ന് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. ഇപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഈ പറഞ്ഞു ടേസ്റ്റ് നല്ല സോസൊക്കെ ഡിപ്പ് ചെയ്തിട്ട്. അന്നും ഇന്നും ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ വെച്ചാല് ഇതിന്റെ ഉള്ളിലത്തെ ആ ഫില്ലിംഗ് ആണ്. സാധാരണ മുട്ട ബജിയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫില്ലിംഗ് കിട്ടൂല. നമ്മൾക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടി മുട്ട ബജിയിൽ ഫില്ലിംഗ് ഇല്ല.
വരി വരി ഇങ്ങോട്ട് വരി. അവല് എന്താ അങ്ങോട്ടില്ല വീഡിയോക്ക് ഇതാണ് ഞാൻ വീഡിയോക്ക് ആരും വരൂല അങ്ങനല്ല എന്നാലും ഞാൻ കഴിയുമ്പോഴൊക്കെ എല്ലാവർക്കും എത്തിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ചെറിയമ്മയ്ക്ക് കൊടുത്തതാട്ടോ അതിന്റെ ഇടയില്. അപ്പൊ അങ്ങനെ ആ ഫില്ലിംഗ് ആണ് ഇതിൽ ഹൈലൈറ്റ് അല്ലേ. ഉള്ളില് ആ ഉള്ളിയും പിന്നെ അതിൻ്റെ ഉള്ളിൽ ചേർത്ത മറ്റു മസാലകളും കൂടി ചേരുമ്പോണ്ടല്ലോ നമ്മളെ മറ്റേ ഇതില്ലേ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ മുട്ട ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ചാണ്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്ലേവർ ഉണ്ട്. അതേ ഒരു ഫ്ലേവറും കൂടി ഇതിന്റെ കൂടെ വരികയാണ്. മുട്ട ബജി പ്ലസ് ആ തട്ടുകട ഐറ്റം രണ്ടും കൂടി കൂടിയ അതായത് ആ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില അതിന്റെയൊക്കെ പാടെ കൂടിയിട്ടുള്ള ആ ഒരു ഫ്ലേവർ അല്ലേ, നല്ല ഫ്ലേവർ. അപ്പൊ ഇതേ രീതിക്ക് മുട്ട വെച്ച് ഉണ്ടാക്കി കഴിക്കാത്തവര് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അന്ന് ഞങ്ങളോടൊന്നും മിണ്ടരുതെന്നാണല്ലോ പറഞ്ഞത്, അതുകൊണ്ടാണ് അന്ന് അതൊന്നും പറയാഞ്ഞ്. ഇപ്പൊ ഒരു അവസരം കിട്ടിയപ്പം അതൊക്കെ പറയാണ്. ആ അവസരം ഉണ്ടാക്കി തന്നത് നമ്മളെ വ്യൂവേഴ്സ് തന്നെ. അതെ. അപ്പൊ അതിന് നിങ്ങളോട് ഞങ്ങൾ എപ്പോഴും കടപ്പെട്ടിരിക്കും കേട്ടോ. വർത്താനം പറയാതെ മുണ്ടി പറയാതെ എങ്ങനെ വീഡിയോ ചെയ്യല്ലേ, പറഞ്ഞു ചെയ്യുമ്പോ അത് രസമാണ്. ഉണ്ടാ ചെയ്യുമ്പോ നമുക്ക് തന്നെ എന്തോ ഒരു കുറവുള്ള പോലെ അങ്ങനെ തോന്നും. അതെ, എനിക്ക് സത്യം പറയുകയാണെങ്കിൽ അന്ന് സങ്കടമൊക്കെ വന്നേന്നു സത്യം ഇട്ടടാ, എനിക്ക് എന്തോ ഒരു സങ്കടമൊക്കെ വന്നേന്നു. ഒന്നും വർത്താനൊന്നും പറയാതെ ഇങ്ങനെ എന്താ രസമില്ലല്ലോ എന്നൊക്കെ. അതിലാരൊക്കെ കമന്റ് എഴുതിയെന്ന് തോന്നുന്നു, ചേച്ചിക്ക് ചെറിയൊരു സങ്കടം ഉണ്ട് തോന്നുന്നുണ്ട്. സത്യമാണത്, ഞാനതിന് അന്ന് റിപ്ലൈ തന്നില്ല തോന്നുന്നുണ്ട്. ഇപ്പോൾ സംസാരമൊന്നും ഇഷ്ടമില്ല, ഓവർ ആക്ടിങ്, എന്ത് ആക്ടിങ് ദൈവം ഉള്ളതുള്ള പോലെ പറയാണ്. പിന്നെന്താ വായാടിത്തരാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊന്നും അങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങള്. അപ്പൊ അതിങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വിഷമം. എന്നാ ഇനിയിപ്പോ ഒരു അങ്ങോട്ട് സന്തോഷമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. നിങ്ങളെ സപ്പോർട്ട് കണ്ടപ്പോഴാണ് പിന്നെ നമുക്ക് സമാധാനം. അതെ, സത്യം പറയാ. അത് പിന്നെ ഓരോരുത്തരും എന്നെ ദേഷിച്ചിട്ടൊക്കെ പറഞ്ഞത്, എന്ത് ഇതിനാണ് ഇങ്ങനെ ചെയ്യാതിരിക്കണേ, ഞങ്ങൾ ഇനി വീഡിയോ കാണൂല കേട്ടോ, വർത്താനം പറഞ്ഞിട്ട് തന്നെ ചെയ്തോണ്ട്, അങ്ങനെയൊക്കെ ഇഷ്ടം കൊണ്ടുള്ള ആ ഒരു ദേഷ്യം കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ ഇവന് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമന്റിൽ പറയുമ്പം അതൊരു സന്തോഷം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സന്തോഷത്തിൽ നിങ്ങളും പങ്കാളികളായിട്ട് ഇതേപോലെ മുട്ട വെച്ചുണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും എന്ത് ചിരിക്കണേ, ഇന്നെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ചിരിച്ചു പോയതാ. അത് എനിക്ക് കിട്ടണത്തൊന്നും ഏതായാലും നിങ്ങൾക്ക് കിട്ടില്ല. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളില്ല, ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അതെ, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതാണ്. നമ്മളെ പേഴ്സണാലിറ്റി എങ്ങനെ നമ്മൾ മാറ്റുക, അത് മാറ്റാൻ ശ്രമിച്ചാൽ കഴിയൂല. നമുക്ക് എങ്ങനെയുള്ള, എനിക്ക് അതേപോലെ നിൽക്കാൻ കഴിയുള്ളൂ കേട്ടോ. എനിക്ക് നല്ല രസമുള്ള സാധനമാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. ഇഷ്ടമില്ലാത്ത സാധനമാണെങ്കിൽ അതിനനുസരിച്ചേ പറയാൻ കഴിയുള്ളൂ. അതിനിപ്പോ എന്ത് ചെയ്യാനാ. പിന്നെ ഇതിൽ ബാക്കി ഞാനൊരു ഉണ്ടകളാക്കി എടുത്ത് വെച്ചിരുന്നല്ലോ, അത് നമ്മൾ വിചാരിച്ച വേറെ ലെവലായി മാറിയിട്ടുണ്ട്. അത് ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ച അങ്ങനെ മാറ്റി വെച്ചതാട്ടോ. അത് നിങ്ങൾക്ക് എന്തായാലും ഇടയ്ക്കൊന്ന് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് അതും.